ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമപ്രകാരം വിവിധ വകുപ്പുകൾ നടപ്പാക്കുന്ന പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അട്ടപ്പാടിയിലെ ഗോത്രവർഗ മേഖലകളിൽ സന്ദർശനം നടത്തി. സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മറിന്റെ നേതൃത്വത്തിൽ തേക്കുപന, ദൊണ്ടുകെട്ടി എന്നീ ഊരുകളിലാണ് സന്ദർശനം നടത്തിയത്. റേഷൻ ഗുണഭോക്താക്കളെ നേരിൽ കണ്ട കമ്മീഷൻ പദ്ധതികളുടെ ആനുകൂല്യം കൃത്യമായി ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. തേക്കുപന, ദൊണ്ടുകെട്ടി മേഖലകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടയുടെ സേവനം ലഭ്യമാക്കുമെന്നും ഊരുകളിലുള്ളവർക്ക് ഗോതമ്പിന് പകരം ആട്ട നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും കമ്മീഷൻ അറിയിച്ചു. ഊരുകളിലെ 141, 143 നമ്പർ അംഗൻവാടികളിലും കമ്മീഷൻ സന്ദർശനം നടത്തി. അംഗൻവാടി വർക്കർമാർക്ക് BLO ചുമതലയുള്ളതിനാൽ കുട്ടികളുടെ കാര്യത്തിൽ തടസ്സം വരാതിരിക്കാൻ പകരം സംവിധാനം ഏർപ്പെടുത്താൻ കമ്മീഷൻ നിർദ്ദേശം നൽകി. കുട്ടികളെ സ്ഥിരമായി അംഗൻവാടികളിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാനും ബന്ധപ്പെട്ടവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാലൂർ ഗവൺമെന്റ് UP സ്കൂളിലെ ഉച്ചഭക്ഷണ പദ്ധതിയും സംഘം വിലയിരുത്തി. സ്കൂളിൽ ശാസ്ത്രീയമായ രീതിയിൽ കിച്ചനും ഡൈനിങ് ഹാളും സ്ഥാപിക്കുന്നതിനും കൃത്യസമയത്ത് നിശ്ചിത അളവിൽ ഭക്ഷണം നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കാനും നിർദ്ദേശമുണ്ട്. മുമ്പ് കമ്മീഷൻ നടത്തിയ സന്ദർശനങ്ങളുടെ ഫലമായി സിംഗപ്പാറ, മുത്തിക്കുളം, തടിക്കുണ്ട, കിണറ്റിൻകര, മുരികള എന്നീ ഊരുകളിൽ സഞ്ചരിക്കുന്ന റേഷൻ കടകൾ ആരംഭിച്ചു. പറമ്പിക്കുളം, ഉറുവമ്പാടിയൂരിലെ കുട്ടികൾക്ക് പോഷകാഹാരം എത്തിക്കാനും അവിടെ പ്രീ പ്രൈമറി സ്കൂൾ തുടങ്ങാനും സാധിച്ചതും വലിയ നേട്ടമാണെന്ന് ചെയർമാൻ ചൂണ്ടിക്കാട്ടി. കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ, മുരുകേഷ് ചെറുനാലി, മെമ്പർ സെക്രട്ടറി ബിജു ശങ്കർ, ജില്ലാ സപ്ലൈ ഓഫീസർ AS ബീന, ICDS പ്രോഗ്രാം ഓഫീസർ TV മിനിമോൾ എന്നിവരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും സന്ദർശന സംഘത്തിലുണ്ടായിരുന്നു. UTV ന്യൂസ്, പാലക്കാട്.